എന്ത് മനുഷ്യനാടോ താന്? നിനക്ക് വേണ്ടി അവിടെ ഒരു സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. നീ ഒരു മിനിറ്റെങ്കിലും അവിടെ നിന്ന് ഇരിക്കാനുള്ള മനസ്സ് കാണിക്ക്. എന്തായാലേ ഒരുപാട് കോച്ചുമാരെ നമ്മളെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലൊരു കോച്ച് ടീമിന് വേണ്ടി 100 അല്ല 150 കൊടുത്തൊരു കോച്ച് ഉണ്ടെന്ന് അറിയില്ലേ? ഇതാ ഇതുപോലെ ഒരാളാണ്. ഇന്നലെ ഉറക്കമൊഴിച്ചവർക്ക് അത് നഷ്ടമായില്ലാട്ടോ. അതൊരു വല്ലാത്ത കിട്ടൽ തന്നെയായിരുന്നു. ഇതുവരെ നടന്ന കളിയിൽ ഏറ്റവും നല്ല കളി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ കളിയെ ഞാൻ പറയുള്ളൂ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് അതിലെ കളിക്കാരേക്കാളും കൂടുതൽ അതിന്റെ കോച്ചാണ് കേട്ടോ. ഒരു മിനിറ്റെങ്കിലും അയാളെ ചാവി ഒന്ന് അഴിച്ചു വെച്ചിട്ട് അവിടെ ബാറ്ററി ഒന്ന് കഴിഞ്ഞു പോയി ഒന്ന് അവിടെ ഇരിക്കാൻ നമ്മൾ കൊതിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് പോലും ആ സീറ്റിൽ ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി അവസാനം സെലിബ്രേഷൻ ഗാലറിയിൽ കയറി കൊടുത്ത് എന്താ ഒരു വൈബ് കോച്ച് എന്ന് പറഞ്ഞാൽ ഒരു വൈബ് കോച്ച്. ആ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഓടിക്കണത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചായിരിക്കും കേട്ടോ. കളി തുടങ്ങുന്നതിന് മുമ്പ് ജർമ്മനി എത്ര ഗോൾ അടിക്കും എന്നത് മാത്രമായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. അത് ജർമ്മനി ഫാൻസ് ആവട്ടെ, ഏതൊരു ഫുട്ബോൾ അറിയുന്ന ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വിചാരിച്ചത് അതായിരിക്കും. പക്ഷേ കളി തുടങ്ങിയത് മുതൽ അവിടെ വേറൊരു ആധിപത്യമാണ് കണ്ടത് കേട്ടോ. അങ്ങനെ രാത്രി നടന്ന ജർമ്മനി ഇക്വഡോറും തമ്മിലുള്ള മത്സരത്തിൽ 2-1 ജർമ്മനിനെ ഇക്വഡോർ പരാജയപ്പെടുത്തിയപ്പോൾ അവിടെ നടന്നത് ഒരു ചരിത്രമായിരുന്നു കേട്ടോ മക്കളെ. എന്ത് കളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കളിയായിരുന്നു. ഇക്വഡോർ ജയിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്നൊരു കളി ഉണ്ടാവുമല്ലോ, നമ്മളൊക്കെ ഒരു ഇക്വഡോറിൻ്റെ ഫാനാക്കി മാറ്റുന്ന ഒരു കളിയായിരുന്നു. എന്തായാലും അതിലവരുടെ വിജയവും അവരുടെ സന്തോഷം കണ്ടപ്പോൾ യാ മോനെ ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു.